നമസ്കാരം. വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവരെയും മൈൻഡ് മാജിക്കിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മളിൽ പലരും ഈയിടെയായി സ്ഥിരമായി പതിവായി കേൾക്കാറുള്ള ഒരു വാക്കാണ് മെഡിറ്റേഷൻ അഥവാ ധ്യാനം എന്നത്. ഞാൻ തന്നെ എൻ്റെ പല വീഡിയോകളിലും പല പ്രശ്നങ്ങളുടെയും പരിഹാരം നിർദ്ദേശിക്കുന്ന കൂട്ടത്തിൽ എല്ലാ ദിവസവും പതിവായി അരമണിക്കൂറെങ്കിലും മെഡിറ്റേഷൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മെഡിറ്റേഷൻ നമുക്ക് പല രീതികളിൽ ചെയ്യാം. പല തരത്തിലുള്ള മെഡിറ്റേഷൻസും ഇന്ന് നിലവിലുണ്ട് താനും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും ഇപ്പോൾ നിലവിൽ വിവിധ തരത്തിലുള്ള മെഡിറ്റേഷനുകൾ പരിശീലിക്കുന്നവരുമായിരിക്കാം. എന്തായാലും മെഡിറ്റേഷൻ പതിവായി ചെയ്യുന്നതിലൂടെ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റം പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര വലുതാണ്. മെഡിറ്റേഷൻ അഥവാ ധ്യാനം എന്ന് പറയുന്നത് മനസ്സിനെ ശാന്തവും ജാഗ്രതയുള്ളതുമായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു പരിശീലനമാണ്. ഒരു കുട്ടിക്കുരങ്ങനെ പോലെയാണ് നമ്മളുടെ മനസ്സ് എന്ന് നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ട്. അത് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് സ്ഥിരമായി ഇങ്ങനെ ചാടിക്കളിച്ചുകൊണ്ടിരിക്കും. യാതൊരു ഉപകാരവുമില്ലാത്ത കഴിഞ്ഞ കാലങ്ങളിലും വരാൻ പോകുന്ന കാര്യങ്ങളിലും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അലഞ്ഞുകൊണ്ടേയിരിക്കും. അതിൽ ഏറിയ പങ്കും ചിന്തകളും നെഗറ്റിവിറ്റി നിറഞ്ഞതുമായിരിക്കും. എന്നാൽ നമ്മൾ മെഡിറ്റേഷൻ അഥവാ ധ്യാനം ചെയ്യുമ്പോൾ ആ അലച്ചിലിൽ നിന്ന് മാറി നമുക്ക് നേരിട്ട് നിയന്ത്രണമുള്ള ഈ നിമിഷത്തിലേക്ക് മനസ്സിനെ ഏകീകരിക്കാനും ചിന്തകളെ കേന്ദ്രീകരിക്കാനും നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ നിമിഷത്തെ ആസ്വദിച്ച് ജീവിക്കാനും പരിശീലിക്കുന്നു എന്നുള്ളതാണ്. എന്തു തന്നെയായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെഡിറ്റേഷൻ നമ്മൾ സ്ഥിരമായി നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയാൽ അത്ഭുതകരമായ മാറ്റങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നതിനെക്കുറിച്ച് യാതൊരു തർക്കവുമില്ല. എന്നുവെച്ചാൽ ധ്യാനത്തിൻ്റെ ഗുണങ്ങൾ അത്ര അധികമാണ് എന്നുള്ളതാണ്. നിങ്ങൾ ഏത് തരം മെഡിറ്റേഷൻ ഫോളോ ചെയ്യുന്ന ആളായാലും അല്ലെങ്കിൽ ഒരു തുടക്കക്കാരനായാലും ധ്യാനത്തിൻ്റെ ശക്തി 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്ന ഒരു രഹസ്യം ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ചില ആളുകളെങ്കിലും കരുതും പോലെ ധ്യാനം എന്ന് പറയുന്നത് വെറുമൊരു വിശ്രമാവസ്ഥയല്ല, മറിച്ച് നമ്മുടെ ആത്മാവിൻ്റെ ഉണർവാണ്. അത് നമ്മളും ഈ പ്രപഞ്ച ശക്തിയുമായുള്ള ഒരു നേരിട്ടുള്ള ബന്ധം സ്ഥാപിക്കലാണ്. എന്നുവെച്ചാൽ ഈശ്വരനുമായി നേരിട്ട് ബന്ധപ്പെടാനുള്ള ഒരു താക്കോലാണ് എന്നർത്ഥം. ഒരു വ്യക്തി പൂർണ്ണമായി ധ്യാനത്തിൽ മുഴുകുമ്പോൾ അവൻ തൻ്റെ പരിമിതമായ ശരീരത്തിനും മനസ്സിനുമപ്പുറം തൻ്റെ ആത്മാവിനെ അനുഭവിക്കാൻ തുടങ്ങുകയാണ് എന്നതാണ്. നിങ്ങളുടെ ഉള്ളിൽ ആഴത്തിലുള്ള ആനന്ദവും സമാധാനവും നിറയുന്നു. എന്നാൽ നിങ്ങൾ ധ്യാനിക്കുന്ന രീതി ശരിയായിരിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കാനും പോകുന്നില്ല. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, നിങ്ങൾ ധ്യാനിക്കുമ്പോൾ ഇപ്പോഴും നിങ്ങളുടെ മനസ്സ് എവിടെയെങ്കിലുമൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണോ? അല്ലെങ്കിൽ ധ്യാനിക്കുമ്പോൾ മടുപ്പ് തോന്നാറുണ്ടോ? അതുമല്ലെങ്കിൽ നിങ്ങൾ ധ്യാനിക്കുമ്പോൾ നിങ്ങൾക്ക് ഉറക്കം വരാറുണ്ടോ? എങ്കിൽ നിങ്ങൾ ചെയ്യുന്ന രീതിക്ക് എന്തോ കുഴപ്പമുണ്ട് എന്നാണ് അർത്ഥം. എന്നുവെച്ചാൽ ശരിയായ രീതിയിലല്ലാതെ ധ്യാനത്തിൻ്റെ ഏറ്റവും ഉയരങ്ങളിൽ എത്താൻ കഴിയുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾ ചോദിച്ചേക്കാം, ധ്യാനത്തിൻ്റെ ശരിയായ രീതി എന്താണ്? എത്ര സമയം ധ്യാനിക്കണം? എവിടെ ഇരുന്ന് ധ്യാനിക്കണം? ഏത് സമയത്താണ് ധ്യാനിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം? ശ്വാസം നിയന്ത്രിക്കേണ്ടതുണ്ടോ? എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഇതിനൊക്കെയുള്ള ഉത്തരങ്ങളും ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം ഇപ്പോൾ തന്നെ മനസ്സിൽ ഉറപ്പിക്കുക, ഞാൻ ഈ വീഡിയോ വെറുതെ കണ്ടുപോകുക മാത്രമല്ല, ഇത് ഞാൻ പൂർണ്ണമായും പ്രാവർത്തികമാക്കിയിരിക്കും എന്ന്. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും എന്ന് ദയവ് ചെയ്ത് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കേ. അത് നിങ്ങൾക്ക് ലഭിക്കുന്ന അറിവിനോടുള്ള നിങ്ങളുടെ നന്ദി പ്രകടനമായിരിക്കും. അപ്പോൾ കാര്യത്തിലേക്ക് വന്നാൽ, നിങ്ങൾ ധ്യാനിക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം നിങ്ങൾ അശാന്തവും ബഹളങ്ങൾ നിറഞ്ഞതുമായ സ്ഥലത്തിരുന്ന് ധ്യാനിച്ചാൽ മനസ്സിനെ ഏകാഗ്രമാക്കാനും ധ്യാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ബുദ്ധിമുട്ടായിരിക്കും. പകരം മറ്റ് ബഹളങ്ങളോ ശല്യങ്ങളോ ഒന്നുമില്ലാത്ത ശാന്തമായ സ്വസ്ഥമായ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. സാധിക്കുമെങ്കിൽ അത് ഏറ്റവും നല്ലത് പ്രകൃതിയിലോ കടൽ തീരത്തോ നദിയുടെ കരയിലോ കുന്നിൻ മുകളിലോ ഒക്കെ ആയിരിക്കും. പക്ഷേ അത് എല്ലായ്പ്പോഴും എല്ലാവർക്കും സാധിക്കാത്ത കാര്യമായതിനാൽ നിങ്ങൾക്ക് സൗകര്യപ്രദമായ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. ഒന്നുമില്ലെങ്കിലും മറ്റ് ശല്യങ്ങളില്ലാത്ത അടച്ചിട്ട ഒരു മുറിയിലായിരുന്നാലും മതി. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കുക, നിങ്ങൾ ധ്യാനിക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലം സ്ഥിരമായി ഒരു സ്ഥലം തന്നെയായാൽ അതായിരിക്കും ഏറ്റവും നല്ലത്.
ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് ആരും വന്ന് ശല്യപ്പെടുത്താൻ സാധ്യതയില്ലാത്ത സ്ഥലമായിരിക്കണം. ഫോണുകളും മറ്റ് ഉപകരണങ്ങളും സൈലൻറ്റ് മോഡിൽ വയ്ക്കുക, അല്ലെങ്കിൽ ഓഫ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ധ്യാനിക്കുന്ന സ്ഥലത്ത് അധികം വെളിച്ചം ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. ധ്യാനം ചെയ്യുന്ന സ്ഥലം നല്ല വൃത്തിയായി സൂക്ഷിക്കുക. ഇനി എല്ലാവർക്കും തോന്നാറുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയം എങ്ങനെയാണ് ഇരിക്കേണ്ടത് എന്നതിനെ പറ്റിയാണ്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ആരോഗ്യ സ്ഥിതി അനുസരിച്ച്, ശാരീരിക സ്ഥിതി അനുസരിച്ച് കസേരയിലോ നിലത്തോ ഇരിക്കാവുന്നതാണ്. നിലത്താണ് ഇരിക്കുന്നതെങ്കിൽ പത്മാസനത്തിൽ ഇരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി കസാരയിലായാലും നിലത്തായാലും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നട്ടെല്ല് പരമാവധി നിവർത്തി വയ്ക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, നമ്മളുടെ ശരീരത്തിലെ എനർജിയുടെ പ്രവാഹം കൃത്യമായി നടക്കണമെങ്കിൽ നട്ടെല്ല് നിവർന്നിരിക്കണം എന്നുള്ളതാണ്. കൈകൾ മടിയിൽ വെച്ച് കൈവിരലുകൾ ചിന്മുദ്രയിൽ പിടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ചിന്മുദ്ര എന്ന് പറയുന്നത് മനസ്സിനെ ശാന്തമാക്കാനും മനസ്സിനെയും ശരീരത്തെയും ഏകീകരിക്കാനും സഹായിക്കുന്ന ഒരു മുദ്രയാണ് എന്നുള്ളതാണ്. ഇനി ചിന്മുദ്ര എന്ന് പറയുന്നത് തള്ളവിരലും ചൂണ്ടുവിരലും തമ്മിൽ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന മുദ്രയാണ് ചിന്മുദ്ര എന്ന് പറയുന്നത്. നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മളുടെ ശരീരം മൊത്തം അയച്ചിടണം. പ്രത്യേകിച്ചും തോൾ അസ്ഥികൾ, തോളുകൾ പരമാവധി പൂർണ്ണമായും അയഞ്ഞു കിടക്കണം. കാരണം ധ്യാന സമയത്ത് ശരീരത്തിന് അനാവശ്യമായ സമ്മർദ്ദം നൽകാൻ പാടില്ല. ശരീരം പൂർണ്ണമായി അയച്ചിട്ട് സുഖാവസ്ഥയിൽ വേണം ഇരിക്കാൻ. ധ്യാനം പല തരത്തിലുണ്ട് എന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നല്ലോ. അതിൽ തുടക്കക്കാർക്ക് ഏറ്റവും അധികം പ്രായോഗികമായി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിറ്റേഷൻ രീതിയാണ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഞാൻ നേരത്തെ വിശദീകരിച്ച് പറഞ്ഞു തന്നതുപോലെ ഇരുന്നതിന് ശേഷം 2-3 ദീർഘശ്വാസം എടുത്ത് വിട്ടതിന് ശേഷം നിങ്ങളുടെ ശ്വാസഗതിയിൽ മാത്രം ശ്രദ്ധിച്ച് ഇരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ മൂക്കിൽ കൂടെ ശ്വാസം ഉള്ളിലേക്ക് പോകുന്നതും പുറത്തേക്ക് വിടുന്നതും മാത്രം ശ്രദ്ധിക്കുക. ആ സമയത്തുണ്ടാകുന്ന ശരീരത്തിൻ്റെ ചലനങ്ങളെ നിരീക്ഷിക്കുക. ശ്വാസം ദീർഘമായി ശാന്തമായി ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമ്മളുടെ മൂക്കിൻ്റെ അഗ്രഭാഗത്തുണ്ടാകുന്ന ആ ഒരു ചെറിയ തണുപ്പുണ്ടല്ലോ, അതിൽ ലയിച്ചിരിക്കുക. അതുപോലെ തന്നെ ശ്വാസം നമ്മൾ പതിയെ പുറത്തേക്ക് വിടുന്ന സമയത്ത് നമ്മളുടെ മൂക്കിൻ്റെ അഗ്രഭാഗത്തുണ്ടാകുന്ന ആ ചെറിയ ചൂടോടുകൂടിയ ആ ഒരു ഫീലിങ്സ് മനസ്സിൽ സങ്കല്പിച്ച് അതിൽ ലയിച്ച് ഇരിക്കുക. അതേപോലെ തന്നെ ഓരോ തവണ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോഴും പ്രപഞ്ചത്തിൽ നിന്ന് നല്ല എനർജി, ഊർജം നമ്മളുടെ ഉള്ളിലേക്ക് കയറുന്നതായും ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ നമ്മളുടെ ഉള്ളിൽ അനാവശ്യമായി കിടന്നിരുന്ന ഭയങ്ങളും ദേഷ്യങ്ങളും സങ്കടങ്ങളും നിരാശയും അസൂയയും കുശുമ്പും അങ്ങനെ നമുക്കാവശ്യമില്ലാത്ത എല്ലാം പുറത്തേക്ക് പോകുന്നതായി കൂടി സങ്കല്പിക്കുക. ഇതിനിടയിൽ സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിലേക്ക് മറ്റ് ചിന്തകൾ കടന്നു വരാൻ സാധ്യതയുണ്ട് എന്നല്ല, കടന്നു വന്നിരിക്കും തീർച്ചയാണ്. അപ്പോൾ അതിനോട്, ആ ചിന്തകളോട് മത്സരിക്കാനോ അതിനോട് എതിർക്കാനോ പോകേണ്ടതില്ല. മറിച്ച് ആ ചിന്തകളോടൊപ്പം നമ്മൾ പോകുന്നതിന് പകരം ആ ചിന്തകളെ നമ്മൾ നിരീക്ഷിക്കുക, ഒരു സാക്ഷിഭാവത്തിൽ ഇരിക്കുക. എന്നിട്ട് അതിനെ അവഗണിച്ചിട്ട് വീണ്ടും നമ്മളുടെ ശ്രദ്ധയെ നമ്മളുടെ ശ്വാസഗതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. ഇത്തരത്തിൽ 20 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ തുടക്കത്തിൽ നിങ്ങൾക്ക് ഇത് പരിശീലിക്കാവുന്നതാണ്. ഇതിനെ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ കഴിഞ്ഞ കാലങ്ങളിലും വരാൻ പോകുന്ന കാലങ്ങളിലും നമ്മളുടെ മനസ്സിനെ ചുറ്റിത്തിരിയാൻ വിടുന്നതിന് പകരം അറ്റ് പ്രസൻറ്റ്, ഇപ്പോഴത്തെ മൂവ്മെൻറ്റിലേക്ക്, ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലേക്ക്, ഈ നിമിഷത്തിലേക്ക്, നമ്മളായിരിക്കുന്ന ഈ നിമിഷത്തിലേക്ക് നമ്മളുടെ ശ്രദ്ധയേകരിക്കാനും നമ്മൾ അതിൽ ആനന്ദം കണ്ടെത്താനും ആ ജീവിതത്തിൽ സന്തോഷിക്കാനും പരിശീലിക്കുക എന്നുള്ളതാണ്. ഇനി മറ്റൊരു ഫലപ്രദമായ ഒരു മെഡിറ്റേഷൻ കൂടി വേഗത്തിൽ പറഞ്ഞു തരാം. അതിനും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല സ്ഥലം തിരഞ്ഞെടുത്ത് നിവർന്ന് പത്മാസനത്തിലോ കസേരയിലോ എങ്ങനെയായാലും നട്ടെല്ല് നിവർത്തി ഇരുന്നതിന് ശേഷം 7 തവണ ദീർഘമായ ശ്വാസം മെല്ലെ ഉള്ളിലേക്കെടുത്ത് അതുപോലെ തന്നെ മെല്ലെ പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നത് മൂക്കിൽ കൂടെയും പുറത്തേക്ക് വിടുന്നത് ഒരു വിസിലടിക്കുന്നത് പോലെ വളരെ സാവധാനത്തിൽ വായിൽ കൂടെയും വിടുന്നതായിരിക്കും കുറച്ചുകൂടി നന്നാവുക. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ തുടങ്ങുന്നതിന് മുൻപായും ചെയ്യാം കേട്ടോ. ഇങ്ങനെ 7 തവണ ദീർഘശ്വാസം എടുത്തു വിട്ടതിന് ശേഷം നിങ്ങളുടെ ശ്രദ്ധയെ പൂർണ്ണമായും നിങ്ങളുടെ ഇരുപുരുകങ്ങളുടെയും മധ്യത്തിൽ, അതായത് ഭ്രൂമധ്യത്തിൽ, അതുമല്ലെങ്കിൽ ആജ്ഞാചക്രയിൽ ഇവിടെ പൂർണ്ണമായും ആ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുക.
ഇവിടെ നീല നിറത്തിലുള്ള ഒരു ദിവ്യ പ്രകാശം ഉണ്ട് എന്ന് സങ്കല്പിച്ച് ആ സങ്കല്പത്തിൽ അവിടെ ശ്രദ്ധിച്ച് ഇരിക്കുക. ഇതും തുടക്കക്കാർക്ക് 20 മുതൽ 30 മിനിറ്റ് വരെ ആദ്യം ചെയ്തു തുടങ്ങാം. ആദ്യം ഒരുപാട് സമയത്തിന് വേണ്ടി വാശി പിടിക്കേണ്ടതില്ല. ആദ്യത്തെ ദിവസമൊക്കെ ആണെങ്കിൽ തുടക്കക്കാരാണെങ്കിൽ ആദ്യ ദിവസം 10 മിനിറ്റ് ചെയ്യുക. അതിനുശേഷം 2-3 ദിവസത്തിന് ശേഷം അത് 15 മിനിറ്റ് ആക്കുക. അങ്ങനെ കൂട്ടി വന്നാലും മതി. എങ്ങനെയായാലും കുഴപ്പമില്ല. നിങ്ങൾ ഇത് തുടർച്ചയായി പരിശീലിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര സമയം, ഇഷ്ടമുള്ളത്ര തവണ ഇതിങ്ങനെ ചെയ്യാവുന്നതാണ്. ഈ സമയത്തെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ മനസ്സ് ഒരു കുട്ടിക്കുരങ്ങൻ്റെ കൂട്ടാണ്. നിങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോഴും നിങ്ങളിലേക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ ഒരുപാട് ചിന്തകൾ വരാൻ പോകുന്നത്, അല്ലെങ്കിൽ നാളത്തെ കാര്യങ്ങൾ, കഴിഞ്ഞ കാര്യങ്ങൾ ഒക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരാം. അപ്പോഴൊക്കെ അതിനെ ജസ്റ്റ് ഒബ്സർവ് ചെയ്ത് അതിൻ്റെ പിന്നാലെ പോകുന്നതിന് പകരം നിങ്ങളുടെ ശ്രദ്ധയെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന് നിങ്ങളുടെ ആജ്ഞാചക്രയിലുള്ള ആ നീല ദിവ്യ വെളിച്ചത്തിൽ കേന്ദ്രീകരിക്കുക. തുടക്കത്തിൽ ഇതൊക്കെ വളരെ ശ്രമകരമായി തോന്നിയേക്കാം. പക്ഷേ ഇത് പരിശീലിച്ചാൽ നിങ്ങൾക്ക് വളരെ നിസ്സാരമായി വഴങ്ങും എന്നുള്ളതാണ്. ഇനി മറ്റൊരു സംശയം വരാൻ സാധ്യതയുള്ളത് ഏത് സമയത്താണ് ധ്യാനിക്കേണ്ടത് എന്നതാണ്. നിങ്ങൾക്ക് ഏത് സമയത്തും ധ്യാനിക്കാം, മെഡിറ്റേഷൻ ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ ലളിതമായ ഉത്തരം. പക്ഷേ നിങ്ങൾ അതിരാവിലെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതിനേക്കാളൊക്കെ ഏറ്റവും നല്ലത് ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്യുന്നതാണ് എന്നുള്ളതാണ്. കാരണം ആ സമയത്ത് പ്രപഞ്ചത്തിൽ, പ്രകൃതിയിൽ ഡിവൈൻ എനർജി നിറഞ്ഞ് നിൽക്കുന്ന സമയമാണ്, പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്താൽ നിങ്ങളിലേക്ക് ആ എനർജിയെ സാംശീകരിച്ചെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മിക്ക ആളുകളും ചെയ്യുന്ന ഒരു അബദ്ധം എന്താണെന്നറിയാമോ? ധ്യാനിക്കുന്ന സമയത്ത് മറ്റു ചിന്തകൾ വരുന്നതോടൊപ്പം ഞാൻ ചെയ്യുന്ന രീതി ശരിയാണോ, ഞാൻ ഇരിക്കുന്ന രീതി ശരിയാണോ, എനിക്കിതുകൊണ്ട് ഗുണം കിട്ടുന്നുണ്ടോ, എത്ര സമയമായിട്ടുണ്ടാവും ഞാനിങ്ങനെ ഇരിക്കുന്നത് എന്നൊക്കെയുള്ള ചിന്തകൾ കടന്നു വരാൻ സാധ്യതയുണ്ട്. ഈ ചിന്തകളുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾ അലാറം വെച്ചിട്ട് തുടക്കത്തിൽ ധ്യാനിക്കാനിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത്തരത്തിൽ ഞാൻ ചെയ്യുന്നതിനുള്ള ഗുണം കിട്ടുന്നുണ്ടോ എന്നിങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള സംശയങ്ങൾ വരുമ്പോൾ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യുക, ബാക്കിയൊക്കെ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ധ്യാനത്തിൻ്റെ ഗുണം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടതില്ല. നിങ്ങൾ ചെയ്യേണ്ടതായ രീതിയിൽ എല്ലാ നിയമങ്ങളും അനുസരിച്ച് ചെയ്യുക, ബാക്കി പ്രപഞ്ചത്തിന് വിടുക. അതുപോലെ തന്നെ വീണ്ടും പറയുന്നു, നേരത്തെ പറഞ്ഞതുപോലെ ധ്യാന സമയത്ത് നിങ്ങളിലേക്ക് ഒരു ചിന്ത വന്നാൽ അതിനോട് പോരാടുന്നതിന് പകരം അതിനെ ജസ്റ്റ് ഒബ്സർവ് ചെയ്ത് തിരിച്ച് നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ധ്യാനത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഒരു അമ്മ തൻ്റെ ചെറിയ കുട്ടിയെ സ്നേഹത്തോടെ കൈകാര്യം ചെയ്യുന്നത് പോലെ നമ്മളുടെ മനസ്സിനെയും കൈകാര്യം ചെയ്യണം. നിങ്ങൾ ഇത് പരിശീലിച്ച് ധ്യാനം ശരിയായ രീതിയിൽ ചെയ്തു തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയോ? നിങ്ങൾ പോലും അറിയാതെ ധ്യാന സമയം തന്നെ വർദ്ധിക്കും. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അത്ഭുതകരമായി സമാധാനവും സന്തോഷവും അനുഭവപ്പെടും. ആത്മീയ ഊർജത്തിൻ്റെ പ്രവാഹം അനുഭവപ്പെട്ടു തുടങ്ങും. മിക്ക ആളുകൾക്കും ധ്യാന സമയത്ത് ശരീരത്തിലൊക്കെ ഒരുതരം പ്രത്യേക വൈബ്രേഷൻ പോലുള്ള പല തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായി തുടങ്ങും. ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ധ്യാനം കൂടുതൽ ആഴത്തിലാക്കാനുള്ള ചില രഹസ്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഇത് എങ്ങനെ സാധിക്കും എന്നറിയാമോ? ഇതിനൊക്കെ ചില രീതികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, നിങ്ങൾ ശ്വാസത്തിൽ ശ്രദ്ധിച്ചാണ് മെഡിറ്റേഷൻ ചെയ്യുന്നതെങ്കിലും, നിങ്ങൾ ആജ്ഞാചക്രയിൽ ദിവ്യപ്രകാശം ദർശിച്ചാണ് മെഡിറ്റേഷൻ ചെയ്യുന്നതെങ്കിലും, ഇടയ്ക്കിടെ നിങ്ങൾ ബോധപൂർവം നിങ്ങളുടെ ശ്വാസഗതി വളരെ നേർത്ത രീതിയിലാക്കുക, മന്ദഗതിയിലാക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ശ്വാസത്തിൻ്റെ വേഗത വളരെ കുറയ്ക്കുക. ശ്വാസം എത്രത്തോളം സാവധാനത്തിലാകുന്നുവോ അത്രത്തോളം ധ്യാനം ആഴത്തിലുള്ളതാവും എന്നുള്ളതാണ്. അതോടൊപ്പം ആജ്ഞാചക്രയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അവിടെ നീല നിറത്തിലുള്ള പ്രകാശം ദർശിക്കുകയും കൂടി ചെയ്യുമ്പോൾ ധ്യാനം കൂടുതൽ ആഴത്തിലേക്ക് ഓരോ ശ്വാസവും എടുത്തു വിടുന്തോറും പോയിക്കൊണ്ടേയിരിക്കും. ധ്യാനം കൂടുതൽ ആഴത്തിലുള്ളതാകും എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട രഹസ്യം, നിങ്ങൾ ധ്യാനം ചെയ്യുന്ന സ്ഥലത്ത്, മുറിയിൽ എവിടെയാണോ അവിടെ ചന്ദനത്തിരിയോ ധൂമങ്ങളോ കത്തിച്ചു വയ്ക്കുക എന്നുള്ളതാണ്.
അത് അന്തരീക്ഷത്തിൽ നല്ല പോസിറ്റീവ് എനർജി നിറയ്ക്കാൻ സഹായിക്കും. അതിൻ്റെ സുഗന്ധം നിങ്ങളുടെ മനസ്സിനെ വളരെ വേഗത്തിൽ ആഴത്തിൽ ധ്യാനാവസ്ഥയിലേക്ക് കൊണ്ടുപോകും. മറ്റൊന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ധ്യാനത്തിൽ നിന്ന് പ്രത്യേകമായി ഒന്നും പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ ലാഭേച്ഛയില്ലാതെ നിഷ്കാമ ഭാവത്തോടെ ധ്യാനിക്കുക. അപ്പോഴും ധ്യാനം കൂടുതൽ ആഴത്തിലുള്ളതാവും. ധ്യാനത്തിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രത്യേക അനുഭവം പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ധ്യാനം തടസ്സപ്പെടും എന്നുള്ളതാണ്. ഇത്തരത്തിൽ എല്ലാവരും ധ്യാനത്തെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ ശ്രമിക്കുക. കാരണം ധ്യാനം ഒരു വെറും പ്രവൃത്തിയല്ല, അതൊരു ജീവിത ശൈലിയാണ് എന്ന് മനസ്സിലാക്കി ധ്യാനത്തിൽ ഏർപ്പെടുക. ദിവസവും നല്ല രീതിയിൽ ധ്യാനം ചെയ്യുന്ന ആളുകളുടെ ജീവിതത്തിൽ മഹാ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ എല്ലാ ആളുകളുടെയും ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.